സ്വാഗതം. വമ്പൻ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ ഇപ്പോൾ മോദി ഭരണം ഇന്ത്യ എന്ന രാജ്യത്തെ മുഴുവൻ കവർന്നു തിന്നിരിക്കുകയാണ്. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് മോദി സർക്കാർ ഘോരഘോരം പ്രസംഗിക്കാറുണ്ട്. ഇത്തരം പ്രസംഗങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. മോദി ഭരണത്തിന് കീഴിൽ രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റിന് മുന്നോടിയായി സീ വാട്ടർ പോളിംഗ് ഏജൻസി നടത്തിയ സർവേയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ. കൃത്യമായ വേതനമില്ലാത്തതും ശമ്പള കുടിശ്ശികയും ഉയർന്ന ജീവിത ചെലവും മൂലം തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുന്നുവെന്ന് സർവേയിൽ പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 5269 മുതിർന്ന ആളുകൾക്കിടയിലാണ് സർവേ നടത്തിയത്. സർവേയിൽ പങ്കെടുത്ത 37% പേരും അടുത്ത വർഷം സാധാരണക്കാരുടെ ജീവിത നിലവാരം കൂടുതൽ മോശമാകുമെന്നാണ് പ്രതികരിച്ചത്. തുടർച്ചയായ വിലക്കയറ്റം ഇന്ത്യൻ കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിച്ചുവെന്നും സർവേയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ 4 വർഷത്തിനുള്ളിൽ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ച രേഖപ്പെടുത്തുമെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പണപ്പെരുപ്പം അനിയന്ത്രിതമായി തുടരുകയാണെന്നും മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം വിലക്കയറ്റം രൂക്ഷമായെന്നും പണപ്പെരുപ്പ നിരക്ക് തങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും സർവേയിൽ പങ്കെടുത്ത 2 പേരും പ്രതികരിച്ചു. വരുമാനം കൂടിയില്ലെങ്കിലും ജീവിത ചെലവ് വർദ്ധിച്ചതായി പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം താങ്ങാനാവുന്നില്ലെന്നാണ് ഭൂരിപക്ഷം പേരും സർവേയിൽ പറയുന്നത്. ഇന്ത്യയുടെ തൊഴിൽ വിപണി യുവജനങ്ങൾക്ക് സ്ഥിരമായ വേതനം ലഭിക്കുന്നതിന് മതിയായ അവസരങ്ങൾ നൽകുന്നില്ലെന്നും ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കായി $24 ബില്യൺ ഇന്ത്യ 5 വർഷത്തിനിടെ ചെലവഴിക്കാൻ നീക്കിവെച്ചിരുന്നുവെങ്കിലും വിശദാംശങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടുപോയതിനാൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. മോദി സർക്കാരിന്റെ പല പദ്ധതികളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ബജറ്റ് അവതരണ സമയത്ത് പല പദ്ധതികൾക്കുള്ള പണം മാറ്റിവെക്കുകയും പിന്നീട് ആ പണമെല്ലാം കാറ്റിൽ പറത്തുകയും ചെയ്യും. മാത്രമല്ല, ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല പദ്ധതികളും പറയുമെങ്കിലും അവയൊന്നും നടപ്പിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇതെല്ലാം മോദിയുടെ സ്ഥിരം പല്ലവി തന്നെയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് തന്നെയാണ് മോദി സർക്കാർ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നതും. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും ഏറെ ആശങ്കയിൽ ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മോദി ഭരണം ഇനി ഇന്ത്യയിൽ വേണോ എന്ന് ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.